ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം നോർത്ത് പറവൂർ കൊടുങ്ങല്ലൂരിനടുത്ത് വടക്കേക്കര വിജ്ഞാന പ്രകാശക സഭയുടെ ആഭിമുഖ്യത്തിൽ പ്രവർത്തിച്ചു പോരുന്ന ചക്കുമരശ്ശേരി ശ്രീ സുബ്രഹ്മണ്യ ഗണേശ ക്ഷേത്ര തിരുസന്നിധാനത്തിലാണ്. പ്രകൃതി ഭംഗി കൊണ്ടും അതോടൊപ്പം തന്നെ അനുഗ്രഹ ശക്തി ചൈതന്യം കൊണ്ടും വളരെ സമൃദ്ധമായ ഭക്തജന സാന്നിധ്യം കൊണ്ടും അനുഗ്രഹീതമായ പുണ്യമായ സവിധമാണ് ഈ ചക്കുമരശ്ശേരി ക്ഷേത്രം. എത്ര കണ്ടാലും മതിവരാത്ത ദേവതകളിൽ ഏറ്റവും സുന്ദരനായ സുബ്രഹ്മണ്യ ഭഗവാന്റെ തിരുസന്നിധാനമാണ്. ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഭഗവാന്റെ തിരുസന്നിധാനത്തിൽ ദർശനം തേടി എത്തുന്നത്. വളരെ ശക്തി സ്വരൂപനായ സുബ്രഹ്മണ്യനും പ്രത്യക്ഷ അനുഭവത്തെ അനുഗ്രഹത്തെ പ്രദാനം ചെയ്യുന്ന ഗണേശനായ ഭഗവാനുമാണ് ഉള്ളത്. ജീവസുറ്റ ഗുരുദേവനും ചൈതന്യപ്രദായകനും മംഗളപ്രദായകനുമായ മഹാദേവനും ബാലഭദ്രാദേവിയും ശ്രീധർമ്മശാസ്താവും കുടികൊണ്ട് അരയാലും കാവും കുളവും ഒക്കെ കൊണ്ട് സമൃദ്ധമാണ് ഈ ക്ഷേത്രം. ഇവിടെ 2 വർഷം ശ്രീമദ് ഭാഗവത ജ്ഞാനയജ്ഞവും ഒരു സ്കന്ദപുരാണ സത്രവും ആയിരക്കണക്കിന് ഭക്തജനങ്ങളുടെ മഹനീയമായ സാന്നിധ്യത്തിൽ നടത്താൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെയധികം അഭിമാനമുണ്ട്. അതുകൊണ്ടാണ് പുത്തൻവേലിക്കര യജ്ഞത്തിനിടയ്ക്കും ഇവിടേക്ക് വരാൻ പറ്റുന്നത്. ഇവിടെ ഈ വർഷം വന്നപ്പോൾ ആരാധനായ പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഉള്ള ഭരണസമിതി, വളരെ വിനയമുള്ള സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സഭ ഈ ക്ഷേത്രത്തിൽ വർഷങ്ങൾക്ക് ശേഷം എന്ന് തന്നെ പറയാം, ഈ ക്ഷേത്രം മുഴുവൻ നന്നായി പെയിൻറ് ചെയ്ത് മനോഹരമായ ചിത്രങ്ങൾ കൊണ്ട് അലങ്കരിപ്പിച്ച് മോടി പിടിച്ചിരിക്കുകയാണ്. തന്നെയുമല്ല, ഈ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവം സഭ സാധാരണ ചേരുവാരമാണ് നടത്തുന്നത്, സഭ ഏറ്റെടുത്ത് നടത്തുകയുണ്ടായി. 10,000-കണക്കിന് ആൾക്കാരാണ് തിരുവുത്സവത്തിൽ പങ്കെടുത്തത്. ആനയുടെ ഗജവീരന്മാരുടെ തലപ്പൊക്കം നിർണയിച്ച് ആദരിച്ചു പോരുന്ന തിരുവുത്സവമാണ് ഇവിടെ ഉള്ളത്. ഈ ക്ഷേത്ര തിരുസന്നിധാനത്തിലാണ് വളരെ പ്രശസ്തനായ കുഞ്ഞികൃഷ്ണൻ സാറിനോടൊപ്പം പ്രിയങ്കരനായ സന്തോഷ് സാറിനോടൊപ്പം ഈ ഉള്ളവൻ എത്തിച്ചേർന്നിട്ടുള്ളത്. തീർച്ചയായും ഇവിടെ വരാൻ സാധിച്ച ആ പുണ്യത്തിന് നന്ദി പറയുന്നു. എല്ലാവർക്കും എല്ലാ ഭാവുകങ്ങളും നേരുന്നു.